ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹാപ്പി ലൈഫ് വിത്ത് ശ്രീ. അപ്പോൾ ഞാൻ കുറച്ച് റവ വറുത്തെടുക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ഉപ്മാവ് പുഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിൽ എണ്ണ മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കടുക്, പിന്നെ കുറച്ച് സാമ്പാർ പരിപ്പ്. നിങ്ങൾക്ക് കയ്യിൽ മറ്റേ ഉഴുന്നുണ്ടെങ്കിൽ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പരിപ്പ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് അവൈലബിൾ, കടല, കപ്പലണ്ടി എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അതിനകത്ത്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കശുവണ്ടി പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ ചെറിയ ഉള്ളി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ 2 വറ്റൽമുളക്, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു, നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില തൂവി കൊടുത്തു. പിന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മൾ സാധാരണ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ആയിട്ടല്ല ഇരിക്കാറ്. ഈ ഒരു ഉപ്മാവ് കുറച്ച് വെള്ളം ഇതുപോലെയാണ് ഇരിക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് പൊടി ഇതുപോലെ വെള്ളം തിളച്ച് വന്നു കഴിയുമ്പോൾ വറുത്ത് വെച്ച പൊടിയില്ലേ, അത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കണ സമയം തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും പെട്ടെന്ന്. ഇവിടെ കൂടുതൽ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് 2 മിനിറ്റ് മതിയാവും. 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഈ ഒരു ഉപ്മാവ് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നെഞ്ചരിച്ചിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവില്ലേ, ഉപ്മാവ് കഴിച്ച് കഴിയുമ്പോൾ നെഞ്ചരിച്ചിൽ ഒക്കെ ഉള്ളവർ, ഉപ്മാവ് പുട്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നല്ലതാട്ടോ. എനിക്ക് നെഞ്ചരിച്ചിലുള്ളതാണ്. പക്ഷേ ഞാൻ ഈ ഒരു ഉപ്മാവ് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് നെഞ്ചരിച്ചിലൊന്നും ഉണ്ടായില്ല കേട്ടോ. സാധാരണ ഉപ്മാവ് എന്ന് പറഞ്ഞ സാധനം കഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോൾ നെഞ്ചരിച്ചിൽ തുടങ്ങും, കാരണം ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കണത്. ഇപ്പം നമ്മുടെ ഉപ്മാവ് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു കുഴിയുള്ളൊരു വട്ടത്തിലുള്ളൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തു കേട്ടോ. അതിൽ വെള്ളമൊന്നും ശരിക്കും വറ്റിയതായിട്ടില്ല, പക്ഷെ നമ്മുടെ ഉപ്മാവ് നന്നായിട്ട് വെന്തുണ്ട്. എന്നിട്ട് നന്നായിട്ട് തട്ടി പൊത്തി വെച്ചിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കുക, മറച്ച് വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഉപ്മാവ് പുഡിങ്ങും കഴിഞ്ഞു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, കാണാൻ മാത്രമല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കും. ഇതിന് പ്രത്യേകിച്ച് വേറെ കറി വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം, ബൈ.